ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് കോഴിക്കോട് മൂഴിക്കൽ ഒരു വർക്ക്ഷോപ്പിലാണ് ഉള്ളത്. ഇവിടെ എല്ലാ വാഹനങ്ങളും ഉണ്ട്, പഴയ വാഹനങ്ങളാണ്. നമുക്ക് ഈ വർക്ക്ഷോപ്പിൽ ഒരു ടെക്നോ പാർക്ക് എന്നാണ് ഈ വർക്ക്ഷോപ്പിൻ്റെ പേര്. നമ്മൾ ഈ വർക്ക്ഷോപ്പിന് ഒരു ഓണർ ഉണ്ട്. നമുക്ക് ആ ഏട്ടനോട് ചോദിച്ചു നോക്കാം കാര്യങ്ങൾ, വണ്ടിക്ക് വരുന്ന കംപ്ലയിൻറ്റുകൾ എന്തൊക്കെയാണ്, കംപ്ലയിൻറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ എസ്പെഷ്യലി എഞ്ചിൻ കംപ്ലയിൻ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എത്ര എക്സ്പെൻസ് വരും എന്നൊക്കെ നമുക്ക് ചോദിച്ചു നോക്കാം. ഏട്ടാ പേരെന്തായിരുന്നു? സുജീഷ് അല്ലേ? ഏട്ടാ, നമുക്ക് ഈ വണ്ടികൾക്ക് വരുന്ന മെയിൻ കംപ്ലൈൻറ്റുകൾ എന്താ യൂസ്ഡ് കാറുകൾക്ക്? അത് നമുക്ക് ഇപ്പം നോർമലി വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെച്ചാൽ ഇപ്പം പീരിയോഡിക് മെയിൻ്റനൻസ് വരും. അതേപോലെ സസ്പെൻഷൻ വർക്ക്, ക്ലച്ച്, ഗിയർ ബോക്സ്, എൻജിൻ ഓവറോള്, ബ്രേക്ക്, അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ പെയിൻറ്റിങ് അവൈലബിൾ ആണോ? പെയിൻറ്റിങ് നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ പെയിൻറ്റിങ് ഇപ്പോൾ എല്ലാ വണ്ടീൻ്റെതും പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. പെയിൻറ്റിങ് നല്ല ക്വാളിറ്റി, നല്ല പ്രൊഡക്റ്റ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അത് കറക്റ്റ് നമ്മൾ പിന്നെ കളർ ചേഞ്ചോ അതേപോലെ മറ്റുള്ള കാര്യങ്ങളോ ഫെയ്ഡ് ഔട്ടോ ഒന്നും ഇല്ലാത്ത രീതിയിൽ നല്ല വൃത്തിയിൽ തന്നെയാണ് നമ്മൾ പെയിൻറ്റിങ് ചെയ്തത്. ആണല്ലോ. പിന്നെ ഇവിടെ നമ്മൾ പുറത്ത് പോയി വാങ്ങണോ? നിങ്ങളുടെ അടുത്ത് ഇവിടെ നമ്മൾ കംപ്ലയിൻറ്റ് വരുന്ന വണ്ടികൾക്കുള്ള പാർട്സ് അവൈലബിൾ ആണോ? അതെ, നമ്മൾ പിന്നെ ഓയിൽ, അതേപോലെ തന്നെ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള ഓയിൽ ഫിൽറ്റർ, ബ്രേക്ക് ഓയിൽ, അതേപോലെ ബ്രേക്ക് പാഡ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അതൊക്കെ ഒറിജിനൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആണല്ലോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങണ്ട, വണ്ടിയായിട്ട് വന്നാൽ മതി. ബാക്കിയുള്ള പാർട്സോ കാര്യങ്ങളോ ഒന്നും വെറി ആവണ്ട. അതൊക്കെ നമ്മൾ തന്നെ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം തിരിച്ചു. അപ്പോൾ ഒറിജിനൽ പാർട്സ് തന്നെ നമുക്ക് ഇടാൻ പറ്റും. ഇപ്പോൾ എല്ലാ ബ്രാൻഡഡ് വണ്ടീൻ്റെതും ഒറിജിനൽ പാർട്സ് നമുക്ക് കിട്ടാനുണ്ട്. ആദ്യമൊക്കെ ഒറിജിനൽ പാർട്സുകൾ പുറത്തെ മാർക്കറ്റിൽ അവൈലബിൾ അല്ലായിരുന്നു. ഇപ്പോൾ ഒറിജിനൽ പാർട്സ് നമുക്ക് അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് വളരെ ക്വാളിറ്റി തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് ടെക്നീഷ്യൻസ് ആണ്. 20-21 വർഷത്തോളം ഗൾഫ് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ടെക്നീഷ്യൻസാണ് നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഞാനും ടൊയോട്ടയുടെ കമ്പനിയിലായിരുന്നു 7 വർഷത്തോളം ടൊയോട്ടയുടെ കമ്പനിയിൽ വർക്ക് ചെയ്തതാണ്. പിന്നെ മാരുതിൻ്റെ ഡീലർഷിപ്പിൽ എല്ലാം കൂടി ആയിട്ട് 10-15 വർഷത്തോളം നമ്മൾ ഡീലർഷിപ്പിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാലാണ് നമ്മൾ വർക്ക്ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമുക്ക് പിന്നെ അതുകൊണ്ട് തന്നെ നമ്മുടെ വർക്കിൻ്റെ ക്വാളിറ്റിയും പ്രോഡക്റ്റ്, പിന്നെ ഇപ്പം നമ്മൾ പാർട്സ് ആണെങ്കിലും ഒറിജിനൽ പാർട്സ് ഇടുന്നു. അതേപോലെ തന്നെ ഓയിൽ നമ്മൾ ഷെല്ലിൻ്റെ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കസ്റ്റമേഴ്സൊക്കെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം ഒരു വണ്ടി സർവീസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ വണ്ടീൻ്റെ മൈലേജിലും അതിൻ്റെ എൻജിൻ വർക്കിലും ഒക്കെ ആ ക്വാളിറ്റി സാധനങ്ങൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് തന്നെ കസ്റ്റമർ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് പോകുന്നത്. പിന്നെ എൻജിൻ പണിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഒറിജിനൽ പാർട്സ് ഇട്ട് തന്നെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ചീപ്പായിട്ട് വലിയൊരു കോസ്റ്റ് ഇല്ലാത്ത വിധത്തിൽ ഒരു സാധാരണക്കാർക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് എൻജിൻ പണി ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഏതൊക്കെ സെഗ്മെന്റിലുള്ള വാഹനങ്ങളാണ് ഇവിടെ കൂടുതൽ വരുന്നത്? ഇവിടെ മാരുതി, അതേപോലെ ഹുണ്ടായി, ഇതാണ് കൂടുതലായിട്ട് ഇപ്പം നമുക്ക് വരുന്ന വണ്ടികൾ. പിന്നെ ടൊയോട്ട ഉണ്ട്, ഹോണ്ട, ഫോർഡ്, അങ്ങനെ എല്ലാ ബ്രാൻഡും നമ്മൾ. ഈ മാരുതിയുടെ വണ്ടിക്ക് ഒരു 800-ന് ഒരു ഫുൾ എഞ്ചിൻ പണി കണ്ടീഷൻ ആയിട്ട് ഒറിജിനൽ സ്പെയർ ഇട്ടിട്ട് എടുക്കണമെങ്കിൽ ഏകദേശം എത്ര പ്രൈസ് വരും? മാരുതിൻ്റെത് നമ്മളിപ്പം ഒറിജിനൽ സ്പെയർ ഇട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു അപ്രോക്സിമേറ്റ്ലി ഒരു 20,000 രൂപയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഫുൾ പണി 20,000 രൂപയ്ക്ക് നമുക്ക് ഫുൾ കണ്ടീഷനിൽ. അതിലെന്തൊക്കെയാണ് മാറുക? അതിൽ നമ്മൾ പിന്നെ എൻജിനിൽ പിസ്റ്റൺ, റിങ്സ്, വാൽവ്, അതേമാതിരി അതിൻ്റെ സീലുകൾ, പിന്നെ എൻജിൻ പോയിട്ട് റീബോർ ചെയ്ത് ഇൻഡസ്ട്രിയൽ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് വളരെ ക്വാളിറ്റിയിൽ തന്നെ നമുക്ക് ഗ്യാരണ്ടിയിൽ ചെയ്ത് കൊടുക്കാം. 20,000 ഫുൾ വർക്കാണ് പറഞ്ഞത്. അപ്പം നമുക്ക് കുറച്ചും കൂടി കുറച്ച് ഒരു ഹാഫ് വർക്ക്, കാരണം ഹെഡിൻ്റെ ഒന്നും വർക്ക് ഇല്ലാതെ ഏകദേശം എത്ര വരും? അങ്ങനെ ഹാഫ് വർക്കാണ് ചെയ്യുന്നുണ്ട് നമ്മൾ. അതേപോലെ തന്നെ അതിനനുസരിച്ച് അതിൻ്റെ കോസ്റ്റ് കുറഞ്ഞു വരും. ഒരു അപ്രോക്സിമേറ്റ്ലി 10,000 അത്ര ഒരു റേഞ്ചിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. അത് ചില ആൾക്കാർ പറയുന്നുണ്ട് 10,000 രൂപേനോട് ഈ വർക്ക് എടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിക്കും ഫുൾ വർക്ക് അല്ല അല്ലേ? അത് ഫുൾ വർക്കല്ല. എൻജിൻ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിൻ അത് 2 പാർട്ടായിട്ടാണ്. അതായത് എൻജിൻ ബ്ലോക്കും ഹെഡും ഈ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. അത് ആ 2 പാർട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് പിന്നെ എൻജിൻ മാത്രം ബ്ലോക്ക് മാത്രം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഫുൾ എൻജിൻ വർക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ആ എൻജിനും ഹെഡും ഫുള്ളായിട്ട് പീസാക്കി, പിന്നെ ഹെഡിൽ ആണെങ്കിൽ വാൽവൊക്കെ അതിൻ്റെ സീറ്റിങ്ങൊക്കെ കറക്റ്റാക്കി വെച്ച് അതിൻ്റെ വാർപ്പേജൊക്കെ ക്ലിയറായി നമ്മൾ ബോർ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യുന്ന വർക്കാണ് നമ്മൾ ഫുൾ എൻജിൻ വർക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഫുൾ എൻജിൻ വർക്ക് ആകുമ്പോൾ നമുക്ക് ഈ ഒരു കോസ്റ്റ് വരും.
അല്ലാതെ ഹാഫ് എഞ്ചിൻ പണിയാകുമ്പോൾ ഹെഡിൻ്റെ പണി മാത്രമാകുമ്പോൾ ഒരു അതിൽ പകുതി എഞ്ചിൻ മാത്രമാണെങ്കിൽ അതിൽ ഓക്കെ. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മാരുതി 800ൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇനി ഈ സ്വിഫ്റ്റ് ഒക്കെ ഉണ്ടോ, സ്വിഫ്റ്റ് ഡീസലിനൊക്കെ ഏകദേശം എത്ര വരും ഫുള്ള്? നിങ്ങളൊരു മാക്സിമം ഒറിജിനൽ സാധനം ഇട്ടിട്ട് നിങ്ങളൊരു പ്രൈസ് ഈ വർക്ക്ഷോപ്പിൽ എത്രയൊക്കെയാണ് നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നത് എന്നൊന്ന് പറഞ്ഞുതരും. സ്വിഫ്റ്റ് ഡീസൽ നമ്മൾ കുറച്ച് കോസ്റ്റ്ലിയാണ് സാധനങ്ങൾ. ഡീസൽ വണ്ടി ആയതുകൊണ്ട് തന്നെ കുറച്ച് കോസ്റ്റ്ലിയാണ് പിന്നെ എല്ലാ സാധനങ്ങളും വരുന്നത്. സ്വിഫ്റ്റ് ഡീസൽ നമുക്ക് ഇൻഡസ്ട്രിയൽ വർക്ക്, നമ്മളെ വർക്ക്, അതേപോലെ പാർട്സ് എല്ലാം കൂടി നമുക്ക് ശരിക്കും അതൊരു 60,000 റുപ്യയുടെ ഉള്ളിലായി കൊണ്ട് നമുക്ക് 60,000 ഉള്ളിൽ നമുക്ക് ഫുൾ വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. കമ്പനിയിൽ എന്തായാലും കുറച്ച് കൂടും. അതേപോലെ തന്നെ ടൈമിംഗ് ചെയിൻ്റെ വർക്ക് നമുക്ക് ശരിക്കും അതിന് ഇൻക്ലൂഡഡ് എഞ്ചിൻ ഓയിൽ അടക്കം നമുക്ക് ഒരു 10,000 ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, 10,000. അതുപോലെ തന്നെ നമുക്ക് ഈ വണ്ടികൾക്കൊക്കെ ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ടല്ലോ. ഈ ഓയിൽ ചേഞ്ച് ചെയ്യാണ് ഒരു സ്വിഫ്റ്റിനൊക്കെ ഇവിടെ എത്ര ചാർജ് എടുക്കുന്നത്? ഓയിൽ ചേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നിങ്ങളെ ലേബർ അടക്കം ഷെല്ലിൻ്റെ നല്ല ഓയിൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഷെല്ലിൻ്റെ ഓയിൽ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ 270 പെർ ലിറ്ററിന് കൊടുക്കുന്നത്. അത് 3 ലിറ്റർ വരും. പിന്നെ ഓയിൽ ഫിൽറ്റർ 370 രൂപ. പിന്നെ നമ്മളെ പിന്നെ റീപ്ലേസിങ് ചാർജ് 250 ചാർജ് വരുന്നുള്ളൂ. അങ്ങനെ വരുന്ന സമയത്ത് 250 ഒരു 1,300-1,400 റുപ്യ റേഞ്ച്. ടോട്ടൽ അത്രേ വരുന്നുള്ളൂ ഒരു ഓയിൽ ചേഞ്ച് ചെയ്യാൻ. പിന്നെ എത്ര കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് മാറേണ്ടത്? അത് ശരിക്ക് ഡീസൽ വണ്ടി ആണെങ്കിൽ നമ്മൾ പിന്നെ 7,500 കിലോമീറ്ററിൽ മാറുന്നതാണ് 10,000 വരെ നമുക്ക് മാക്സിമം ഓടിക്കാം. അത് നമ്മൾ വളരെ ശ്രദ്ധിച്ച് തന്നെ പിന്നെ ഓയിൽ ചേഞ്ച് ചെയ്യുന്നതും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ എയർ ഫിൽറ്റർ കാര്യങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം ഡീസൽ വണ്ടിക്ക് എയർ ഫിൽറ്റർ എന്ന് പറയുന്നത് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അധികം നമ്മുടെ അടുത്ത് വരുന്ന പുറത്തുനിന്നൊക്കെ സർവീസ് ചെയ്യുന്ന വണ്ടികൾ എയർ ഫിൽറ്റർ അധികം മാറാതെ ഉള്ളൊരു പ്രശ്നം വരാറുണ്ട്. അപ്പോൾ അത് എയർ ഫിൽറ്റർ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് മാറിക്കൊണ്ട് തന്നെ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. ഓക്കെ. അതുപോലെ തന്നെ എത്ര നമ്മളിപ്പോൾ ഒരു വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ, ഒരു നോർമൽ കംപ്ലൈൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ നമ്മളെ വീൽ ബാരിങ് അതുപോലെ തന്നെ നമ്മുടെ പാഡ് അങ്ങനത്തെ കാര്യങ്ങൾ ബ്രേക്ക് പാഡൊക്കെ മാറണമെങ്കിൽ എത്ര സമയം കൊണ്ടാണ് നിങ്ങൾ ചെയ്തു കൊടുക്കുക? അപ്പോൾ നോർമലി ഇപ്പം നോർമലായിട്ടുള്ള എന്ത് കേസാണെങ്കിലും നമ്മൾ സെയിം ഡേ ഡെലിവറിയാണ് നമ്മളെ ഹൈലൈറ്റ്. അതായത് വണ്ടി വന്ന് അന്ന് വൈകിട്ട് തന്നെ വണ്ടി ഡെലിവറി. ഓക്കെ, അത് പിറ്റേ ദിവസം മാറ്റില്ല. അത് അത്രയും കോംപ്ലിക്കേറ്റഡ് വർക്ക് ഉണ്ടെങ്കിൽ മാത്രം, അതായത് മാക്സിമം പിന്നെ പീരിയോഡിക് മെയിൻ്റനൻസും അത്യാവശ്യം സസ്പെൻഷൻ, ബ്രേക്ക്, എല്ലാ ജനറൽ വർക്കുകളും നമ്മൾ സെയിം ഡേ ഡെലിവറിയാണ്. ഓക്കെ. പിന്നെ നേരത്തെ നമ്മൾ വണ്ടിയുടെ എഞ്ചിൻ വർക്കിനെ കുറിച്ച് ചോദിച്ചു. അത് ഫസ്റ്റ് ഒരു 20,800 ഫുൾ എഞ്ചിന് പറഞ്ഞു. അത് നിങ്ങളെ ലേബർ അടക്കം തന്നെയാണോ ചാർജ്? ലേബർ അടക്കം. അതേപോലെ സ്വിഫ്റ്റും ലേബർ അടക്കം നിങ്ങൾ പറഞ്ഞു. ലേബർ അടക്കം ടോട്ടൽ ചാർജാണ്. ടോട്ടൽ ചാർജാണ് പറയുന്നത് അല്ലേ? എല്ലാ സാധനങ്ങളും നിങ്ങൾ വാങ്ങിക്കോളും. അതെ, നമ്മൾ ഇൻഡസ്ട്രിയൽ വർക്കൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്തു നമ്മൾ തന്നെ ആയിക്കോളും. അതിനൊന്നും പിന്നെ വേറെ കസ്റ്റമറെ ബുദ്ധിമുട്ടിക്കുകയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ അതും വളരെ ഫാസ്റ്റായിട്ട് ചെയ്യുക. അതാണ് നമ്മൾ മെയിനായിട്ടൊരു ഇമ്പോർട്ടൻ്റ് പറയാനുള്ളത്. കാരണം എൻജിൻ വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് എൻജിൻ വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സാധാരണ അതാണ് ഡിലേ ആവാറ്. നമ്മൾ മാക്സിമം 10 ദിവസത്തിനുള്ളിൽ നമ്മൾ എൻജിൻ വർക്ക് ചെയ്ത് കൊടുക്കും. നിങ്ങൾ പറഞ്ഞ ടൈമിന് അവർക്ക് കൊടുക്കും വണ്ടി. ഇവിടെ ഇപ്പോൾ ഒരു വണ്ടി, ഇതിപ്പോൾ എൻജിൻ പണി കഴിഞ്ഞ വണ്ടിയാണ്. ഈ വണ്ടി നമ്മളടുത്ത് വന്നിട്ട് ഇപ്പം 8 ദിവസമായിട്ടുള്ളൂ. 8 ദിവസമായി വണ്ടി ഇപ്പം ഫുള്ള് വർക്ക് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ചേട്ടാ അത് ഇവിടേക്ക് വരികയാണെങ്കിൽ, കോഴിക്കോടുള്ളവർ വരികയാണെങ്കിൽ എങ്ങനെയാണ് വരേണ്ടത്? സ്ഥലം ഒന്ന് കറക്റ്റ് അഡ്രസ്സ് ഒന്ന് കറക്റ്റ് പറഞ്ഞു കൊടുക്കും. അതായത് കോഴിക്കോട് നിന്ന് വരുമ്പോൾ നമ്മൾ പിന്നെ സിവിൽ വഴി കാരന്തൂർ വയനാട് റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ മൂഴിക്കൽ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് 2 വളവ് കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഒരു ഹോട്ടൽ കാണാം, തനിമ. ആ ഹോട്ടലിൻ്റെ തൊട്ട് സൈഡിൽ കൂടെ താഴോട്ടാണ് നമ്മളെ വർക്ക്ഷോപ്പ്. അതേപോലെ തന്നെ കുന്നമംഗലം ഏരിയയിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ നേരെ സിവിൽ റോഡിന് വന്നു കഴിഞ്ഞാൽ സ്പൈസസ് ബോർഡിൻ്റെ പള്ളിത്താഴം കഴിഞ്ഞ് 6-3 കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോന്നു കഴിഞ്ഞാൽ സെയിം ഹോട്ടൽ കാണാം, ലെഫ്റ്റ് സൈഡ് തനിമ. ആ ഹോട്ടലിൻ്റെ സൈഡിൽ കൂടെ താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മളെ വർക്ക്ഷോപ്പ് എത്തി. എന്തെന്നുണ്ടെങ്കിലും നമ്മളെ ഫോൺ നമ്പർ ഉണ്ട്. ആ ഫോൺ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോൾ വേണമെങ്കിലും നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന നമ്പറാണ്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ വാട്സപ്പും ഉണ്ട്. ഞാൻ എന്തായാലും ഈ ചേട്ടൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ, എന്തെങ്കിലും വണ്ടിയെ കുറിച്ച് എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ എന്തെങ്കിലും കംപ്ലൈൻറ്റോ ഉണ്ടെങ്കിൽ ജസ്റ്റ് വിളിച്ച് ചോദിക്കുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കൂലേ? കംപ്ലൈൻറ്റ് കാര്യം ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അതേപോലെ തന്നെ ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനെ തന്നെ നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിനെയും നമ്മൾ ഒരേപോലെയാണ് കാണുന്നത്. കാരണം പല കസ്റ്റമേഴ്സും വണ്ടീനെക്കുറിച്ച് അറിയാതെ വരുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. വണ്ടീനെക്കുറിച്ച് ഒന്നും അറിയലുണ്ടാവില്ല. അവർ ആദ്യമായിട്ട് വണ്ടി എടുത്തിട്ട് വരുന്ന ആൾക്കാരുണ്ട്.
അവരോടും വണ്ടീനെ കുറിച്ചും അവരുടെ വണ്ടീൻ്റെ കംപ്ലൈൻറ്റിനെ കുറിച്ചും വണ്ടി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതിനെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവർക്ക് വണ്ടീനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കി കൊടുത്ത് അവരോടും ആ പ്രോപ്പറായിട്ടുള്ള പിന്നെ റീസണബിൾ ആയിട്ടുള്ള ഒരു ചാർജ് മാത്രമേ നമ്മൾ വാങ്ങാറുള്ളൂ. ഓക്കെ, അപ്പം ഈ തിരക്കിനിടയിൽ നമുക്ക് കുറച്ച് നേരം സമയം തന്നതിന് ഒരുപാട് നന്ദി ചേട്ടാ, താങ്ക്സ്. അപ്പോൾ നമുക്ക് ഇത് നിർത്താം, ഈ പരിപാടി ഇപ്പം നിർത്താം. നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് കുറച്ചും കൂടി നല്ല വാഹനങ്ങളെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞിരുന്നതാണ്. അപ്പം ബൈ.